പൈതൃകത്തിനും ദേശീയ ബോധത്തിനും അഭിവാജ്യമായ സ്ഥാനം വഹിക്കുന്ന വന്ദേ മാതരത്തിന് കൂടുതൽ ഔദ്യോഗിക പദവി നൽകിക്കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം രചിക്കപ്പെട്ടതിന്റെ 150-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ രാജ്യത്തെ സുപ്രധാനമായ ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങുകൾ, രാഷ്ട്രപതിയുടെ ഔദ്യോഗിക സന്ദർശനങ്ങൾ, അദ്ദേഹം നടത്തുന്ന അഭിസംബോധനകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വേളകളിലെല്ലാം വന്ദേ മാതരം ആലപിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. ദേശീയ ഗാനത്തിന് നൽകുന്ന അതേ ആദരവും പ്രാധാന്യവും ദേശീയ ഗീതത്തിനും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. വന്ദേ മാതരം ആലപിക്കുന്ന സമയദൈർഘ്യത്തിലും രീതിയിലും ഇപ്പോൾ കൃത്യമായ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ഏകദേശം 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യമുള്ളതുമായ പ്രത്യേക പതിപ്പാണ് ഔദ്യോഗിക ചടങ്ങുകളിൽ ഉപയോഗിക്കേണ്ടത്. ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒരുമിച്ച് ചൊല്ലുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം വന്ദേ മാതരം ആലപിക്കണമെന്ന നിബന്ധനയും പുതിയ ഉത്തരവിലുണ്ട്. ഗീതം ആലപിക്കുന്ന വേളയിൽ സദസ്സിലുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിൽക്കണമെന്നും അത്യാവശ്യമായ ബഹുമാനം പ്രകടിപ്പിക്കണമെന്നും വിജ്ഞാപനം നിർദ്ദേശിക്കുന്നു. മുൻപ് ചില അവസരങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന വന്ദേ മാതരത്തിന് ഇതോടെ എല്ലാ ഔദ്യോഗിക വേദികളിലും കൃത്യമായ സ്ഥാനം ലഭിക്കും. രാജ്യത്തിന്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾക്ക് ആവേശം പകർന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഈ വരികൾക്ക് പുതിയ കാലഘട്ടത്തിൽ നൽകുന്ന വലിയൊരു ആദരവായി ഇതിനെ കണക്കാക്കാം. ഔദ്യോഗിക ചടങ്ങുകൾക്ക് പുറമെ വിദ്യാലയങ്ങളിലെ പ്രഭാത അസംബ്ലികളിലും വന്ദേ മാതരം ആലപിക്കാവുന്ന ചടങ്ങുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരും തലമുറയിൽ ദേശീയതാബോധം വളർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുകളും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സിനിമകളിലോ ഡോക്യുമെന്ററികളിലോ ദേശീയ ഗീതം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ പ്രേക്ഷകർ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. പ്രദർശനത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഇത്തരം ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. നിയമപരമായ സുരക്ഷയും ഈ ഉത്തരവിനോടൊപ്പം ഉറപ്പാക്കിയിട്ടുണ്ട്. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ദേശീയഗാനത്തെയോ ഗീതത്തെയോ ബോധപൂർവം തടസ്സപ്പെടുത്തുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ദേശീയ ചിഹ്നങ്ങളോടും ഗീതങ്ങളോടും ആദരവ് കാണിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ഉത്തരവ് ഓർമ്മിപ്പിക്കുന്നു. ഈ പുതിയ പരിഷ്കാരം രാജ്യത്തെ ഭരണ സംവിധാനങ്ങളിലും സാമൂഹിക തലങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഭാരതീയരെ ഒരുമിച്ച് നിർത്തിയ വന്ദേ മാതരം എന്ന മുദ്രാവാക്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഔദ്യോഗിക വേദികളിൽ മുഴങ്ങിക്കേൾക്കുന്നത് വഴി ദേശീയ ഐക്യം കൂടുതൽ ശക്തമാകുമെന്നാണ് സർക്കാർ കരുതുന്നത്. കേന്ദ്ര മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ആഭ്യന്തര മന്ത്രാലയം അയച്ചു കഴിഞ്ഞു. എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വന്ദേ മാതരം ആലപിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഗീതത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് വിപുലമായ പ്രചാരണ പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ വന്ദേ മാതരത്തെ സംബന്ധിച്ച് മുൻപ് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും ആധുനിക ഇന്ത്യയിൽ ദേശീയഗാനത്തിന് തുല്യമായ പദവി തന്നെയാണ് വന്ദേ മാതരത്തിനും നൽകിപ്പോകുന്നത്. ആ പദവിക്ക് ഔദ്യോഗികമായ ഒരു ചട്ടക്കൂട് നൽകുക എന്നതാണ് പുതിയ ഉത്തരവിലൂടെ സാധ്യമായിരിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഈ തീരുമാനത്തിന് വലിയ പിന്തുണ ലഭിക്കുമ്പോഴും ഇത് നടപ്പിലാക്കുന്ന രീതിയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളും ഉയരുന്നുണ്ട്. എങ്കിലും രാജ്യത്തിന്റെ അഖണ്ഡതയും സാംസ്കാരിക ഔന്നത്യവും ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇത്തരം നടപടികൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. വരും ദിവസങ്ങളിൽ എല്ലാ സർക്കാർ വകുപ്പുകളിലും വിദ്യാലയങ്ങളിലും പുതിയ പ്രോട്ടോകോൾ നിലവിൽ വരുന്നതോടെ വന്ദേ മാതരം ആലപിക്കുന്നത് നമ്മുടെ പൊതുജീവിതത്തിന്റെ ഭാഗമായി മാറും.